നമ്മൾ ഇന്ന് എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്നും എന്താണ് ഫ്രീ ഫാൾ എന്നും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒരു കല്ലിങ്ങനെ എറിയാൻ പോവാണ്. ഈ കല്ലിങ്ങനെ എറിഞ്ഞ് എന്ത് പറ്റും? ഇതിങ്ങനെ നേരെ കുറച്ച് പോയിട്ട് ഇങ്ങനെ നിലത്തേക്ക് വീഴും അല്ലേ? ശരിക്കും ഭൂമിക്ക് ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നിലത്തേക്ക് വീഴാൻ പാടില്ലേ? അതെന്താ നിലത്തേക്ക് വീഴാത്തെ? കുറച്ചിങ്ങനെ പോയിട്ടല്ലേ നിലത്തേക്ക് വീഴണേ? അതിന്റെ കാരണം എന്താ? ഇത് തന്നെ കുറച്ചും കൂടെ സ്പീഡിൽ എറിഞ്ഞാലോ? കുറച്ചും കൂടെ സ്പീഡിൽ ഇറങ്ങിയാൽ കുറച്ചും കൂടെ ഇങ്ങനെ പോയിട്ട് ഒരു ഹൊറിസോണ്ടലായിട്ട് കുറച്ചും കൂടെ നേരെ ഇങ്ങനെ പോകും. എന്നിട്ട് ഇങ്ങനെ നിലത്തേക്ക് വീഴും. ഭൂമിയുടെ ഗ്രാവിറ്റി അതിനെ വലിച്ച് നിലത്തേക്ക് ഇടും. അതായത് സ്പീഡ് കൂടുന്തോറും ഈ കല്ല് പോകുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോണ പോക്ക് കുറച്ചും കൂടെ കൂടും അല്ലെ? ഇനി നമ്മളൊരു സ്പേസ് ഷിപ്പ് പിടിച്ച് ഭൂമിയുടെ ഒരു 100 to 150 കിലോമീറ്റേഴ്സ് മുകളിൽ എത്തി എന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മൾ ഈ കല്ലിങ്ങനെ എറിയാന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 150 കിലോമീറ്റേഴ്സിന്റെ മുകളിലും ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു കല്ലെറിഞ്ഞാൽ അത് കുറച്ചിങ്ങനെ പോകും. എന്നിട്ട് ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം അത് താഴത്തേക്ക് വരും. നമ്മൾ കുറച്ചും കൂടി സ്പീഡ് കൂട്ടി എറിഞ്ഞാൽ അത് കുറച്ചും കൂടെ ദൂരം പോകും. എന്നിട്ടും ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം നിലത്തേക്ക് വീഴും. കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി എറിഞ്ഞാലോ സെയിം പരിപാടി. ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം അത് താഴത്തേക്ക് വരും. ഇനി നമ്മളൊരു മാജിക്കൽ സ്പീഡിലാണ് ഈ കല്ലെറിയാൻ പോകുന്നത്. അങ്ങനെ ഒരു മാജിക്കൽ സ്പീഡിൽ കല്ലെറിഞ്ഞാൽ ഇത് ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം നിലത്തേക്ക് വീഴില്ല. ഇത് എറിഞ്ഞോട് തന്നെ തിരിച്ചു വരും. ഇതിനെയാണ് ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഈ കല്ല് ഗ്രാവിറ്റി കാരണം താഴത്തേക്ക് പോകുന്നില്ലേ? ഈ മാജിക്കൽ സ്പീഡിൽ നമ്മൾ കല്ലെറിഞ്ഞാലും ഈ ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം ഈ കല്ല് താഴത്തേക്ക് വീഴില്ലേ? ആക്ച്വലി ഭൂമിയുടെ ഗ്രാവിറ്റി ഈ കല്ലിനെ താഴത്തേക്ക് ഇങ്ങനെ വീഴ്ത്തുന്നുണ്ട്. പക്ഷെ എൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴത്തേക്ക് വീഴുന്നതിനേക്കാളും സ്പീഡിലാണ് ഇത് ഇങ്ങനെ പോണത്. അത് ഇങ്ങനെ പോവാണ്. ഭൂമിയുടെ ഗ്രാവിറ്റി താഴത്തേക്ക് വീഴുന്നുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ പോണ സ്പീഡ് ഇത് ഗ്രാവിറ്റി കാരണം താഴത്തേക്ക് വലിക്കുന്ന സ്പീഡിനേക്കാളും കൂടുതലാണ്. നമ്മൾ ആദ്യം ഒരു കല്ലെറിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞില്ലേ? ഇപ്പൊ ഇങ്ങനെ എറിയുവാണെങ്കിൽ നമ്മളിങ്ങനെ ഉത്തരം പോയിട്ടല്ലേ നിലത്തേക്ക് വീഴുന്നുള്ളൂ. അപ്പൊ അവിടെയും ഗ്രാവിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ എന്താണ് സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് കുറച്ച് പോയിട്ട് നിലത്തേക്ക് വീഴുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത് നിലത്തേക്ക് വീഴുണ്ടെങ്കിലും ആ വീഴണേക്കാളും സ്പീഡിലാണ് നേരെ ഇങ്ങനെ പോണത്. ഇവിടെ ഈ ഓർബിറ്റൽ സ്പീഡിൽ നമ്മൾ ഈ കല്ലെറിഞ്ഞാൽ ഭൂമിയുടെ ഗ്രാവിറ്റി അതിനെ താഴേക്ക് വലിക്കുന്നുണ്ട്. പക്ഷേ കല്ല് സഞ്ചരിക്കുന്ന വേഗതയുണ്ടല്ലോ, അത് നിലത്ത് വീഴാതെ ഭൂമിയുടെ കേർവ് അനുസരിച്ച് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഭ്രമണപഥം. നമ്മൾ ഇപ്പൊ കണ്ട ഈ കല്ലിന്റെ കറക്കല്ലേ, ഇതിനാണ് ഫ്രീ ഫാൾ എന്ന് പറയുന്നത്. ISSലുള്ള ആസ്ട്രോണറ്റ്സും ഇതേ പരിപാടിയാണ് ചെയ്യുന്നത്. അവരും ഫ്രീ ഫാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല ആൾക്കാരും വിചാരിക്കുന്നത് അവിടെ ഗ്രാവിറ്റി ഇല്ല, ഗ്രാവിറ്റി സീറോ എന്നാണ്. പക്ഷെ അത് തെറ്റാണ്. അവിടെ ഗ്രാവിറ്റി ഉണ്ട്. പിന്നെ അവരെങ്ങനെയാണ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്? അവർ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ കാരണം അവരെ ഗ്രാവിറ്റി താഴത്തേക്ക് വലിക്കുന്ന സ്പീഡിന്റെ അനുസരിച്ച് തന്നെയാണ് അവർ ഫ്രണ്ടിലേക്ക് അവരിയ്ക്കുന്ന ആ പേടകം ഉണ്ടല്ലോ, ISS, ആ പേടകം ഫ്രണ്ടിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഗ്രാവിറ്റി അനുഭവപ്പെടാത്തത്. ഓർബിറ്റൽ വെലോസിറ്റി എന്നത് 7.66 km/s ആണ്. ഈ വേഗത കിലോമീറ്റർ പെർ അവറിൽ നോക്കുവാണെങ്കിൽ 27,576 km/h ആണ്. അതായത് കൊച്ചിയിൽ നിന്നും കാശ്മീർ എത്താൻ വെറും 6 മിനിറ്റ്. ഈ ഒരു സ്പീഡിലാണ് നമ്മൾ കല്ലെറിഞ്ഞാൽ ഇത് കല്ല് ഫ്രീ ഫാൾ എന്നുള്ള ഒരു അവസ്ഥയിലേക്കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇനി ഇതിന്റെ സ്പീഡ് ഒന്ന് കുറച്ച് നോക്കിക്കേ. ഈ 7.66 എന്നുള്ളത് നമ്മൾ ഈ സ്പീഡ് കുറച്ചാണ് ഇതിങ്ങനെ വിടുന്നതെന്നുണ്ടെങ്കിൽ ഇവ നേരെ ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം ഭൂമിയിലേക്ക് വീഴും. ഇനി ഇതിന്റെ സ്പീഡ് കൂട്ടുവാണെങ്കിലോ, ഇത് നോക്കിക്കോ, ഇത് 7.66 ആണ്. അപ്പൊ സർക്കുലർ ആണ്. ഇതിന്റെ സ്പീഡ് കൂട്ടുവാണ്. അപ്പൊ സ്പീഡ് കൂട്ടുമ്പോഴേ ഈ സർക്കുലർ എന്നുള്ളത് ഒരു എലിപ്സ് ആയിട്ട് മാറുവാണ്. കണ്ടോ, ചെറുതായിട്ട് എലിപ്സ് ആണോ? വീണ്ടും നമ്മൾ സ്പീഡ് കൂട്ടി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സ്പീഡ് ഒരു 10 m/s ആക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് സ്പീഡ് കൂടി ഇത് എലിപ്സായി മാറും. ഇനി ഇതൊരു 11 ആവുകയെന്ന് വെച്ചോ. 11 ആവുകയാണെങ്കിൽ ഇത് വീണ്ടും എലിപ്സിന്റെ ഇത് കൂടുവാണ്. കണ്ടോ, കൂടി 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 വരുവാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ സ്പീഡ് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഈ എലിപ്സിന്റെ ഇത് കണ്ടോ, എലിപ്സ് ഇങ്ങനെ വലുതായി വലുതായി വരുവാണ്. ഇനി ഇതൊരു പ്രത്യേക വാല്യൂ, അതായത് 11.2 km/s എന്നുള്ളൊരു വാല്യൂയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ എലിപ്സ് വീണ്ടും വലുതാവും. ഇത് വലുതായിട്ട് തിയറിറ്റിക്കലി ഇതിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും. പക്ഷേ ഇതിന് പ്രാക്ടിക്കൽ വശം നോക്കി കഴിഞ്ഞാൽ ഈ എലിപ്സ് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിനേക്കാളും വലുതായിരിക്കും. അത്രയും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. ആ പർട്ടിക്കുലർ വാല്യൂ ആണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. ഇനി അതിന്റെ മുകളിലേക്കാണെങ്കിലോ 11.2 തന്നെ പോയാൽ തിരിച്ചു വരില്ല. പിന്നെ അതിന്റെ മുകളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതും പോയാൽ തിരിച്ചു വരാൻ പോകണില്ല. എപ്പോഴാണോ എർത്തിന്റെ ഗ്രാവിറ്റിയിൽ നിന്നും ഒരു സ്പേസ് ഷിപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കല്ലോ എന്തെങ്കിലും എറിഞ്ഞിട്ട് അത് എർത്തിന്റെ ഗ്രാവിറ്റിക്ക് പിന്നെ പിടിച്ചാൽ കിട്ടൂല, ആ ലെവലിൽ എപ്പോൾ എത്തണോ, ആ സ്പീഡ് എപ്പോൾ അച്ചീവ് ചെയ്യണോ, അതിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിന് മുന്നേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവൻ എർത്തിന്റെ ഗ്രാവിറ്റി ആയിട്ട് ഒരു ബാലൻസിലാണ് പോണത്. പക്ഷേ 11.2 ആണെങ്കിൽ എന്റെ മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എർത്തിന്റെ ഗ്രാവിറ്റി ആയിട്ട് ഒരു ബന്ധമില്ല. അത് നമ്മളിപ്പോൾ ഒരു ഹൈഡ്രജൻ ബലൂണോ ഹീലിയം ബലൂണോ ഒക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കൈ വിട്ട് പോയാൽ അത് പോയല്ലോ. ഏതാണ്ട് അതേപോലെയാണ് ഈ പരിപാടി. ഇതിന്റെ മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എർത്തിന്റെ ഗ്രാവിറ്റി ആയിട്ട് ഒരു പരിപാടിയില്ല, അവൻ പോയി. ഞാൻ ഈ ബലൂണിൻ്റെത് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഈ ഹൈഡ്രജനും ഹീലിയം ബലൂണും പൊങ്ങി പോകാൻ വേറെ റീസൺ ആണുള്ളത്. നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്, അതായത് ഈ ബലൂൺ കയ്യിൽ നിന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ അത് കിട്ടൂല, അത് പോയി.
അന്ന് പറഞ്ഞ പോലെയാണ് ഇത് 11.2 അല്ലെങ്കിൽ എന്റെ മണ്ടയ്ക്ക് പോയാൽ ഈ സാധനം പോയി, പിന്നെ തിരിച്ചു വരില്ല, പിന്നെ ഒറ്റപ്പോക്ക. ഈ എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും എല്ലായിടത്തും സെയിം ആയിരിക്കും. അതായത് ഭൂമിയുടെ ആ സർഫസിൽ ഓർബിറ്റൽ വെലോസിറ്റി 7.91 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ അവിടെ നിന്ന് ഒരു 400 കിലോമീറ്റേഴ്സ് മുകളിലേക്ക് പോയാൽ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എത്തും. അവിടുത്തെ ഓർബിറ്റൽ വെലോസിറ്റി ആവട്ടെ 7.66 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് തന്നെ ഏകദേശം 35,000 കിലോമീറ്റർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഒക്കെ ഓർബിറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ഓർബിറ്റൽ വെലോസിറ്റി എന്നുള്ളത് വെറും 3.07 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. സർഫസിലാണെങ്കിൽ 7.91, അവിടുന്ന് ഒരു 35,000 കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അത് 3.07 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കുറഞ്ഞു. ഈ ഭൂമിയുടെ സർഫസ് എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പൊ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യണ ഈ സ്ഥലം, അതല്ലാട്ടോ ഭൂമിയുടെ സർഫസ് എന്ന് പറയുന്നത്. അതായത് ഭൂമി ഒരു ആപ്പിൾ ആണെന്ന് വെച്ചോ, ആ ആപ്പിളിന്റെ തൊലിയില്ലേ, ആ തൊലിയാണ് ഭൂമിയുടെ സർഫസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സ്പേസ് ആണെന്ന് ചോദിച്ചാൽ സ്പേസ് അല്ല, എന്നാൽ അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്ഥലം, അതിനെയാണ് ഭൂമിയുടെ സർഫസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ അകത്ത് ആ പച്ച ബോൾ കണ്ടോ, അവനാണ് ഭൂമിയുടെ സർഫസിൽ കൂടെ പോണത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് വേണ്ടത്, വെലോസിറ്റി വേണ്ടത്. അത് കഴിഞ്ഞ ISS ആണ് ആ മഞ്ഞ ബോൾ, അവിടെ അത്രയും വെലോസിറ്റി വേണ്ട. അത് കഴിഞ്ഞ് ആ പിങ്ക് കളർ ബോൾ കണ്ടോ, അവനാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ കൂടെ പോണവൻ. അവനാണെങ്കിൽ വീണ്ടും വളരെ കുറച്ച് വെലോസിറ്റി മതി. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നു പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും നമുക്ക് അത്രയും കുറച്ച് വെലോസിറ്റി മതി. കാരണം ഇതിന്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും ഭൂമിയുടെ ഗ്രാവിറ്റിയിൽ നിന്ന് നമ്മൾ വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്.